അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം കാവ എന്റർടൈൻമെന്റ്സ് അടുത്ത ഒരു അടിപൊളി എക്സ്പേർട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കാണ് കേട്ടോ. ഓക്കെ, ഈ എക്സ്പോ എന്ന് പറയുന്നത് ജെൻസി സോൺ എന്നാണ് നമ്മുടെ എക്സ്പോയുടെ പേര്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജെൻസി പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പോ നമ്മളിവിടെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അവരുടെ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ്ലി ഹൈടെക് ഗെയിമിംഗ് സോൺ ആയിട്ടുള്ള ഒരു എക്സ്പോ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ജെൻസി ഗെയിമിംഗ് സോൺ എന്നാണ് നമ്മുടെ എക്സ്പോയുടെ പേര്. ജെൻസി സോണിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയട്ടെ, ഇത് എന്തൊക്കെയാണ് ഞാൻ പറയാം. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PS5 ഗെയിംസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാനറ്റോറിയം ഉണ്ട്, റോബോട്ടിക്സിന്റെ ഒരു പ്രദർശനമുണ്ട്, അതോടൊപ്പം തന്നെ VR ഗെയിംസ് ഉണ്ട്. അതുപോലെ ഇനിയും അനവധി സംഭവങ്ങൾ നമ്മളിവിടെ പിള്ളേർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊരു എക്സ്പോ ആകുമ്പോഴത്തേക്കും ഒരു അടിപൊളി ഫുഡ് കോർട്ട് ഉണ്ടാവണമല്ലോ. ആ ഫുഡ് കോർട്ട് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു 2 സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു അടിപൊളി ന്യൂജൻ സ്റ്റൈൽ ഒരു ഫുഡ് കോർട്ട്. അതായത് ന്യൂജൻ സ്റ്റൈലാണെങ്കിലും നിങ്ങൾ എന്താണ് കഴിച്ചുമെടുത്ത ഫുഡ് ഐറ്റംസ് അല്ല, അത് കൂടാതെ നമ്മളൊരു നല്ല നാടൻ വിഭവങ്ങളും അതുപോലെ തന്നെ ന്യൂജൻ വിഭവങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഫുഡ് കോർട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫുഡ് കോർട്ടിന്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന് ആസ്വദിക്കാനൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു നല്ലൊരു മ്യൂസിക് ഏരിയ, അതായത് നിങ്ങൾക്ക് തന്നെ പെർഫോം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് ഏരിയ നമ്മളവിടെ നമ്മൾ നിങ്ങൾ വരിക, പാട്ട് പാടുക, ഫുഡ് കഴിക്കുക, ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക, പോവാം. കൺസ്യൂമർ സ്റ്റാൾസിന്റെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഒരു എക്സ്പോ ആയി കഴിഞ്ഞാൽ എന്തായാലും കൺസ്യൂമർ സ്റ്റാൾസ് വേണം. പിന്നെ പിള്ളേർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ എക്സ്പോ എന്ന് പറയുന്നത് അവിടെ മുതിർന്നവർക്കും വേണ്ടേ. അപ്പൊ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ചക്ക ഫെസ്റ്റ്, അതായത് വെറൈറ്റി 10-20 ടൈപ്പ് വെറൈറ്റീസ് ആയിട്ടുള്ള ചക്കയുടെ പ്രൊഡക്ട്സും അതുപോലെ തന്നെ ചക്കയുടെ തന്നെ പല വെറൈറ്റീസും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ചക്ക ഫെസ്റ്റും ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇത് തുടങ്ങുന്ന എപ്പോഴാണെന്ന് അറിയാവോ? മെയ് 8-ാം തീയതി മുതൽ മെയ് 26-ാം തീയതി വരെ ആട്ടോ. അതായത് 19 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന്റെ ബാക്ക് സൈഡ് ആയിട്ട് നമ്മുടെ വൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 2 മണി മുതൽ 10 മണി വരെ. അതായത് വീക്കെൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ, ശനി ഞായറും ഹോളിഡേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. സോ മറക്കണ്ട, നിങ്ങൾ നേരെ പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് വെക്കേഷൻ ലാസ്റ്റ് ടൈമാണുള്ള വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഒരു വേറൊരു കിഡിലൻ സർപ്രൈസ്, നമ്മുടെ ഈ ജെൻസി സോണായിട്ട് ബന്ധപ്പെട്ട ഒരു അടിപൊളി സർപ്രൈസും കൂടെ, അത് ഞാൻ വഴി അറിയിക്കാം കേട്ടോ. ഇനി അതുകൂടാതെ വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, എല്ലാ ആഴ്ചയും ഗെയിമിംഗ് കോമ്പറ്റീഷൻ നല്ലോണം കളിക്കാൻ കഴിവുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റൈൽ ഓഫ് ഗെയിംസ് ഉണ്ടല്ലോ, PS5 ഗെയിംസ് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാഷ് പ്രൈസസ് ഉണ്ട്. അപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട, നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ മെയ് 8-ാം തീയതി മുതൽ മെയ് 26-ാം തീയതി വരെ. ഓക്കെ.